ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീട്രൂട്ടിൻ്റെ തോരൻ്റെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബീട്രൂട്ട് ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 2 ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ടിൽ വെള്ളം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 വിസിലടുപ്പിച്ചെടുക്കുക. 3-4 വിസിലിന് ശേഷം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. അത് ഇതുപോലെ ചെറിയതായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ബീട്രൂട്ടിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് ആ പച്ചമുളകും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി മിക്സാക്കി എടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.